ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെബേക്ക ബെൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബാംഗ്ലൂർ 21 വർഷമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ ഒത്തിരിയേറെ വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരിക്കൽ പോലും വിശ്വാസം ഞങ്ങൾ കൈവിടുകയോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയോ മാതാവിൻ്റെ ജപമാല കൈവിടുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പല പ്രാവശ്യം പലരിൽ നിന്ന് കൃപാസനത്തെ പറ്റിയും കൃപാസനം മാതാവിനെ പറ്റിയും ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അപ്പോൾ മാതാവ് ഇടപെടാനുള്ള സമയമായില്ല എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ശരി, ഈ കഴിഞ്ഞ 2022 ഒക്ടോബർ 28 ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, ജപമാല പറയും. അങ്ങനെ ബൈബിൾ വായിച്ച് ജപമാലയെല്ലാം പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഞാൻ സമയം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ 5 മണിയായിരുന്നു സമയം കണ്ടത്. പക്ഷെ ഞാൻ മയക്കത്തിൽ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, നീ എഴുന്നേറ്റ് കൃപാസനത്തിലേക്ക് വാ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ സ്വപ്നത്തിലാണോ എന്താ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ എന്നോടൊരു പെങ്കൊച്ച് എപ്പോഴും കൃപാസനത്തെ പറ്റി പറയുമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്വരം കേട്ടു, ഏഞ്ചലായ കൂട്ടി നീ കൃപാസനത്തിലേക്ക് വാ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ കൃപാസനത്തിൽ വന്ന് എന്താ ചെയ്യണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ എന്നോട് പറ, ഞാൻ നിനക്കത് സാധിച്ചു തരാം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ ഭയങ്കരമായ ഒരു വിഷമാവസ്ഥയിലായിരുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സാധിച്ചു കിട്ടണമായിരുന്നു. അതിനെനിക്ക് 10 ദിവസത്തെ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാതാവ് പറഞ്ഞ്, ഞാൻ വീണ്ടും സ്വരം കേൾക്കുക, നീ ഡേറ്റ് ഇട്ടിട്ട് എന്നോട് പറ, ഞാൻ നിനക്ക് സാധിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനം മാതാവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഡേറ്റ് പറയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വിശ്വാസക്കുറവ് പോലെ, കാരണം മനുഷ്യരാൽ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു എൻ്റേത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന് സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ മാതാവിന് നാണക്കേടുമാകും, എനിക്ക് വിഷമവും ആകും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഡേറ്റൊന്നും പറയുന്നില്ല, എൻ്റെ ഈ ആവശ്യം നടന്നു കിട്ടാൻ എനിക്ക് 10 ദിവസം സമയമേ ഉള്ളൂ, അമ്മ എനിക്കത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു. ഇത് ഒക്ടോബർ 28 ഇത് നടക്കുന്നത്. നവംബർ 6 പറയുന്ന ഒരു ദിവസം, 10 ദിവസം പോലും എടുത്തില്ല. എൻ്റെ ആ വലിയ ആവശ്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞിട്ടും എനിക്ക് കൃപാസനത്തിൽ വരാൻ ഒക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ പെങ്കൊച്ചിനെ വിളിച്ചു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഏഞ്ചല, മാതാവ് പറയുന്നു നിന്നെ കൂട്ടിയിട്ട് കൃപാസനത്തിൽ വരാൻ പറയുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കൊച്ച് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഒക്ടോബറിൽ ജോലി കിട്ടി. അപ്പോൾ അവൾ മാതാവിനോട് പറഞ്ഞായിരുന്നു അവൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സാലറിയിൽ അവൾ ഒരാളെ കൃപാസനത്തിൽ കൊണ്ടുവരാമെന്ന്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സിനോടും ഒത്തിരി ആൾക്കാരോടും ഒക്കെ ചോദിച്ചു കൃപാസനത്തിൽ അവളുടെ കൂടെ വരാമോ എന്ന്. അപ്പോൾ ആരും വരാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവളെ ഒക്ടോബർ 28 വിളിച്ചിട്ട് പറയുന്നത്, ഏഞ്ചല, മാതാവ് എന്നോട് പറയുന്നു നിന്നെ കൂട്ടി കൃപാസനത്തിൽ വരാൻ പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങി. ചേച്ചി, ഞാൻ ഇന്ന് വരെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടിയില്ല, അപ്പോൾ ചേച്ചിയെ കൊണ്ട് കൃപാസനത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത്, അപ്പോൾ ചേച്ചിയെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 10 അവളുടെ സാലറി കിട്ടിയിട്ട് അവൾ എന്നെയും കൊണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു. നവംബർ 10 ഡിസംബർ 10 അവൾ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, അമ്മേ, എനിക്ക് ഇനിയും അമ്മയുടെ അടുത്ത് എത്താനുള്ള സമയമായിട്ടില്ലയോ, എന്താണ് എൻ്റെ തടസ്സം എന്ന് ചോദിച്ച് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, ആ കൊച്ചിന് നിന്നെ കൊണ്ട് കൃപാസനത്തിൽ പോകാനുള്ള പണമില്ല, അപ്പം നീ അവളോട് പറ, അവളുടെ ചിലവും കൂടെ നീ എടുക്കാമെന്ന് പറ, അപ്പോൾ അവൾ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, മാതാവ് നിനക്ക് ഇത്രയും വലിയ കാര്യം ചെയ്തു തന്നതല്ലേ, നീ ആ കൊച്ചിനെ വെയിറ്റ് ചെയ്യണ്ട,
നീ കൃപാസനത്തിൽ തന്നെ പോയിട്ട് വാ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അപ്പം ഞാൻ അവളെയും കൊണ്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 10 അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി മാതാവ് പറയുന്നത് നിൻ്റെ അടുത്ത് പൈസ ഇല്ലെന്നാണ് പറയുന്നത്, എന്നോട് എല്ലാ ചിലവും കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്തോളാം, നമുക്ക് പോകാം എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്തോ, ഞാൻ വരാൻ റെഡിയാ, എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ചേച്ചിയെ കൊണ്ടുപോകാതിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ ടിക്കറ്റൊക്കെ റെഡിയാക്കി ഞങ്ങൾ 2 പേരോട് ഇവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് അപ്പോൾ ഞാൻ ഒത്തിരി വർഷമായിട്ട് പല അസുഖങ്ങളായിട്ട് കഷ്ടപ്പെടുവാണ്. എൻ്റെ വയറ്റിൽ ഓൾറെഡി എനിക്ക് 6 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അതിനകത്ത് വലിയൊരു സർജറി നടന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വയറ്റിൽ ഒരു 15 സെൻറ്റിമീറ്ററുള്ള ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂമർ ആർക്കും റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒത്തിരി വളർന്നു പോയി. അപ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതലുള്ള ട്യൂമർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു അത് ടച്ച് ചെയ്താൽ പൊട്ടിപ്പോവും, അപ്പോൾ അവർക്ക് ഭയങ്കര റിസ്ക്കാണ്, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 11ാമത്തെ ഹോസ്പിറ്റലാണ് ഒരു ഡോക്ടർ എൻ്റെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ എനിക്ക് വലിയൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ ഈ ട്യൂമർ എടുക്കുന്ന കൂടെ എൻ്റെ യൂട്രസും ഓവറിയും സെർവിക്സും റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നുള്ള ഇതിൽ എല്ലാം റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ജോലികളൊക്കെ ചെയ്തപ്പം എൻ്റെ ഓർഗൻസ് പ്രൊലാപ്സ് ആയിപ്പോയി, എനിക്ക് ഇൻറ്റസ്റ്റൈൻ ഡിസെൻഡിങ് ആയി. അപ്പോൾ എൻ്റെ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ 6 ഓപ്പറേഷൻ വയറ്റിൽ ചെയ്തപ്പം അവർ ഹോളിടുമല്ലോ, അതിൽ കൂടെ എനിക്ക് ഹെർണിയ ആയി. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ബ്ലാഡറിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ബ്ലാഡർ ലീക്കാണ്. അങ്ങനെ വയറ്റിൽ എനിക്ക് 3 മേജർ സർജറിയും കൂടെ ചെയ്യണമായിരുന്നു. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനോ 10 നിമിഷം പോലും നിന്ന് ജോലി ചെയ്യാനോ നടക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് കാല് മുകളിലേക്ക് ഉയർത്തി വെച്ച് തല താഴേക്ക് വെച്ച് കിടക്കണം, എഴുന്നേറ്റ് നടക്കാനേ പാടില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഏതായാലും ശരി, എനിക്ക് യാത്ര ചെയ്ത് വരാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത് ഞങ്ങൾ 2 പേരൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇങ്ങോട്ട് ഇതിനകത്തേക്ക് കയറി വരാൻ പോലും പറ്റില്ലാത്തത്ര ജനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് തിരിച്ചു പോകാം, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. അവൾ പറഞ്ഞു, സാരമില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ. അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുന്നതിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ മാതാവ് എന്നോട് ആ സമയത്ത് ഈ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച് കൃപാസനം മുഴുവൻ കൊണ്ടു നടന്ന് കാണിക്കുന്നത് മാതാവ് എന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃപാസനം മുഴുവൻ നടന്ന് ഞങ്ങൾ 2 പേരൂടെ നടക്കുമ്പം ജോസഫ് അച്ഛൻ എന്നെ വിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ കയറിയപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു, അമ്മ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ഭംഗിയായിട്ട് നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ജനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഏതായാലും ശരി, ഞാൻ ഈ പള്ളിയിൽ കയറി നിന്നു. കുറേ സമയം ഇരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന ആളുകളെയൊക്കെ ഞാൻ നോക്കി, എനിക്കൊരിച്ചിരി സ്ഥലം തരുമോ എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് 1 സെക്കൻഡ് പോലും നിൽക്കാൻ വയ്യാത്തത്ര വേദനയാണ്. അപ്പോൾ എൻ്റെ ഇൻറ്റസ്റ്റൈൻ ഇറങ്ങി വന്നാൽ അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ എനിക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. ഏതായാലും ശരി, ആ കൊച്ചു വന്ന് എൻ്റെ കയ്യെ പിടിച്ച് എന്നെ സ്റ്റെപ്പ് കയറി വലിച്ചു മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? അവൾ പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ എന്നെ എത്ര സ്റ്റെപ്പ് ഞാൻ കയറിയെന്നൊന്നും അറിയില്ല, ഓടിക്കേറിയാണ് പോയത്. അങ്ങനെ മോളിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഹോള് നിറയെ ആൾക്കാരിയ്ക്കുക. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി ഈ കൂടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്തിനാന്ന് പോലും അറിയില്ലാതെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഉടമ്പടിക്കാണെന്ന്. ഏതായാലും ശരി, ഞാൻ ജോസഫ് അച്ഛൻ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. ഉടമ്പടി എടുത്ത് താഴെ വന്നു, മാതാവിനെ എടുത്തുകൊണ്ട് ഇവിടെ വന്നു. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ആൾത്താരയിലേക്ക് നോക്കുവാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് കാണിച്ചു തന്നു, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ, അമ്മ എന്നെ കാണാതെ വിടല് കേട്ടോ എന്നൊക്കെ അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളത് അച്ഛനിലൂടെ എന്നോട് പറയണേ എന്നൊക്കെ. എനിക്ക് ആ സമയത്ത് എന്തൊക്കെ പ്രാർത്ഥിക്കാൻ തോന്നി അതൊക്കെ അമ്മയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ഞാൻ. ഏതായാലും ശരി, ഉടമ്പടിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ടോക്കൺ എടുക്കാൻ ചെന്നപ്പം ടോക്കൺ തരേണ്ട മാനേജർ ഓഫീസിലില്ല.
എല്ലാവർക്കും ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓഫീസിലുള്ളവർ പറഞ്ഞു ടോക്കൺ തരേണ്ട ആൾ ഇവിടുന്ന് പോയി, ഇന്നിന് നിങ്ങൾക്ക് ടോക്കൺ കിട്ടത്തില്ല, നാളെ സൺഡേ ആണ്, ജോസഫച്ചൻ ഇവിടെ ഇല്ല, മൺഡേ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം എനിക്ക് തിരിച്ച് ബസ്സാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ മാർഗ്ഗമില്ല, സമയം കഴിഞ്ഞാൽ ടോക്കൺ കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞാനിവിടെ അൾത്താരയിൽ വന്നിങ്ങനെ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്, എനിക്കിങ്ങനെ തിരിച്ചു പോകാൻ വയ്യല്ലോ അമ്മേ എന്ന് ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഞാൻ ഇവിടെ എല്ലാം നോക്കാം ആ ചേട്ടനുണ്ടോ എന്ന്. ആ കൊച്ചു ഇതിലെല്ലാം നടന്ന് നോക്കി ആ ചേട്ടൻ വീട്ടിൽ പോയെന്നാണ് അറിഞ്ഞേ. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഇവിടെ അൾത്താരയിൽ വന്നിട്ട് പറഞ്ഞു ചേച്ചി ആ ചേട്ടൻ തിരിച്ചു പോയി, നമുക്ക് ടോക്കൺ കിട്ടത്തില്ല, അച്ഛനെ കാണാൻ ഒക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു നീ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു മോനെ മാതാവ് പറയുന്ന അങ്ങനല്ല, ഓഫീസിലേക്ക് ചെല്ലാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് ഓടിച്ചെന്നു. ചെന്നപ്പോൾ ആ ചേട്ടൻ്റെ ഓഫീസിൽ ചെയറിൽ ഇരിപ്പുണ്ട്. കാര്യം പറഞ്ഞ ഉടനെ ചേട്ടൻ പറഞ്ഞു അവരോട് ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ചേട്ടൻ എൻ്റെ ഫയലൊക്കെ കണ്ടു, മെഡിക്കൽ ഫയലെല്ലാം കണ്ടു. എൻ്റെ പ്രോബ്ലം അത്രയും വളരെ വലുതാണെന്ന് മനസ്സിലാക്കി ആ ചേട്ടൻ എനിക്ക് ടോക്കൺ എഴുതി തന്നു. ആ ടോക്കണും കൊണ്ട് ഞാൻ ഓടി ഇവിടെ വരുമ്പം അവസാനത്തെ ആളും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ ടോക്കണും കൊണ്ട് ഓടി വന്നു. അച്ഛൻ അത് വായിച്ച് നോക്കിയിട്ട് ചോദിച്ചു മോളെ ഇതെന്നതാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇതുപോലെയൊക്കെ എനിക്ക് പ്രശ്നമാണ്, ഞാൻ ഇത്രയും വർഷം ലോകത്താ കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ ഫയലെടുത്തിട്ട് ഈശോയുടെ കാൽ ചുവട്ടി വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഈശോയുടെ ആ രൂപം കയ്യിൽ തന്ന് എനിക്ക് മുട്ടുകുത്താൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മുന്നിൽ അച്ഛൻ മുട്ടുകുത്തി എൻ്റെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ കയ്യിൽ സൈത്ത് തന്നിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് 3 പ്രാവശ്യം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം, പൂർണ്ണ സൗഖ്യം കിട്ടും, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഡിസംബറിലാണ് ഇവിടെ വന്നത്. ജനുവരി ആയപ്പോൾ വീണ്ടും എൻ്റെ ബ്രസ്റ്റിൽ വീണ്ടും ട്യൂമറുകൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അത് ഒരു ട്യൂമറാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും, ഇത് മൾട്ടിപ്പിളാണ്, അപ്പോൾ സർജറി ചെയ്യാനും പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ശരി ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്കിപ്പം മാർച്ച് ഏപ്രിലായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, എനിക്ക് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതെങ്ങനെയാണ് ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ 10 നിമിഷം പോലും നിൽക്കാൻ പറ്റാത്ത എനിക്ക് ഇപ്പം എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, നടക്കാം, ജോലി ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത എനിക്ക് യാത്ര ചെയ്ത് ഇവിടെ എത്താൻ പറ്റി. എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കാനോ ഒരു 5 മിനിറ്റ്സ് നിന്ന് പാത്രം കഴുകാനോ ഒരു ചെറിയ ജോലി പോലും ചെയ്യാൻ മേലാത്ത വ്യക്തിയാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് സാക്ഷ്യം പറയണം അമ്മേ, എന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയേണ്ടത്. അങ്ങനെ അമ്മയാണ് എന്നോട് പറഞ്ഞത് മെയ് 2-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ. അങ്ങനെ മാതാവ് നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ വിഷമങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ മാതാവ് കൂടെ നിന്ന് എപ്പോഴും സഹായിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോകുവാണെങ്കിലും മാതാവിനെ വിളിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും അമ്മേ ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് വേണ്ടതെല്ലാം അവർ ഒരുക്കി വെക്കണേ, എനിക്ക് വേണ്ട ആവശ്യം ഞാൻ ചോദിക്കുന്ന മുമ്പ് അവരെന്നോട് ഇങ്ങോട്ട് പറയണേ എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ച് കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും ഒരു വാതിലുകളും എനിക്ക് അടയ്ക്കപ്പെടത്തില്ല. അതിനു മുമ്പ് എല്ലാം തടസ്സങ്ങളായിരുന്നു. പക്ഷേ മാതാവിനെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ആവശ്യം പറയുന്നതിന് മുമ്പ് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഇങ്ങോട്ട് പറയും റെബേക്ക നിനക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്ത് തരാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അങ്ങനെ ഉടമ്പടിക്ക് ശേഷം അടഞ്ഞു കിടന്ന വാതിലുകളൊക്കെ ഞങ്ങളുടെ മുന്നിൽ തുറക്കാൻ തുടങ്ങി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടി തൈലം വെച്ചിട്ട് എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. ആ കുട്ടിക്ക് ക്യാൻസറാണ്, അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവൾക്ക് ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചു കൊടുത്തു, അതുപോലെ ഉപ്പ് കൊടുത്തു,
തേനും കൊടുത്തു. ഇപ്പോൾ ആ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇന്നാണ് അവളുടെ ടെസ്റ്റ് ഉള്ളത്, മെയ് 2 അപ്പോൾ അവൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ മാതാവ് ഒത്തിരിയേറെ അത്ഭുതം ഉടമ്പടി തൈലത്തിലൂടെയും കാശ് രൂപത്തിലൂടെയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഞങ്ങൾക്കായിട്ട് ചെയ്തു തന്ന ഞങ്ങളുടെ മാതാവിനും ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടക്കേണ്ട ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ആരെയാണ് ഒരുക്കിയത്? അതെങ്ങനെയാണ് നടന്നത്? ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു ചേട്ടനാണ്. ആ ഫാമിലിക്ക് ഞങ്ങളെ കുറേ നാളായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അവരോട് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട്, ഹസ്ബൻഡും വൈഫും കൂടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, റെബേക്ക, നിനക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തു തരാൻ അവർക്കറിയില്ല ആരാ അവരെ തോന്നിപ്പിക്കുന്നേ. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, നിൻ്റെ കൂടെ ഈശോയും മാതാവും ശക്തമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആരോ ഞങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കുക നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേണ്ടതായ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവൻ അവർ തീർത്ത് തരുക ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാനിങ്ങോട്ട് വരുവാണ്, എനിക്ക് രോഗസൗഖ്യം കിട്ടി. അപ്പോഴും അവരത് തന്നെയാണ് പറയുന്നത്, നിൻ്റെ കൂടെ ഈശോയും മാതാവും ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന പോലെയാണ് ഈശോയും മാതാവും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. എന്നാൽ കർത്താവേ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനമാണ് നാം ഇവിടെ കേട്ട സാക്ഷ്യം. ഈ മകളുടെ രോഗാവസ്ഥ, അതുപോലെ ഈ മകൾക്കുണ്ടായിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് തിരുവചനം പറയുന്നത് പോലെ തിരുവചനം അർത്ഥവത്താവുകയാണ്. ഇവിടെ തിരുവചനം അർത്ഥവത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതൊന്നുകൂടി നമുക്ക് വളരെ ബലമായിട്ട് ഈശോ നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന്. അതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. അതായത് ഈ മകൾ റെബേക്ക ബെൻ എന്ന ഈ മകളുടെ ഓർഗൻ പ്രൊലാപ്സ്, ഈ മകൾക്ക് ഒരു വലിയ മുഴ ഉണ്ടായിരുന്നെന്നും 15 സെൻറ്റിമീറ്റർ ആയിരുന്നെന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 11ാമത്തെ ഹോസ്പിറ്റലിലാണ് അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടൊരു ഡോക്ടർ തയ്യാറായതെന്നും ഒക്കെ നാം സാക്ഷ്യത്തിലൂടെ കേട്ടു. അപ്പോഴങ്ങനെ വലിയ ഒരു അസ്വസ്ഥമായ സാഹചര്യത്തിൽ ഈ മകൾ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് അനുഭവപ്പെടുക. അതായത് തൻ്റെ ജീവിതത്തിൽ ബിസിനസ് മേഖലകളിലൊക്കെ ഉണ്ടായ ഹസ്ബൻഡിനുണ്ടായ തകർച്ചകളെക്കുറിച്ച് ഈ മകൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലും ദൈവത്തെ കൈവിടാതെ ഞങ്ങളെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അതാണ് തിരുവചനം പറഞ്ഞത്. എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തുമെന്ന്. അതുതന്നെയാണ് ഇവർ ചെയ്തത്. ഇവരുടെ 21 വർഷത്തെ ബിസിനസ് തകർന്നപ്പോൾ ഇവരാകെ തകർന്ന് തരിപ്പണമാവുകയാണ്. ഇവർക്ക് പിന്നീട് മുമ്പോട്ട് എങ്ങനെയെന്ന് അറിയാത്തപ്പോഴും ഇവരാശ്രയിക്കുന്നത് ജീവനുള്ള സത്യദൈവത്തിലാണ്. അതുകൊണ്ട് അമ്മ സാന്നിധ്യമാവുകയാണ് ഈ മകൾക്ക് എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കില്ല, ഇരിക്കാൻ സാധിക്കില്ല, ഒരു ജോലിയും 5 മിനിറ്റ് പോലും ചെയ്യാൻ സാധിക്കില്ല. ഇൻറ്റസ്റ്റൈൻ ഡിസെൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ ഇറങ്ങി വരിക. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ ഇറങ്ങി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദന, അത് വയറ്റിലുള്ള ഇൻറ്റസ്റ്റൈനാണ്, കുടലാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന എന്തുമാത്രമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഈ മകൾക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. വീണ്ടും ഒരു വലിയ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് പിന്നീടും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് റിസ്ക്കാണ്. ഇങ്ങനെ വേദനിക്കുന്ന മകള്
മകളുടെ അടുത്തേക്ക് അമ്മ കടന്നു വന്നിട്ട് പറയുന്നതാണ് നാം കേട്ടത്. നീ കൃപാസനത്തിൽ വരണം, അത് ആരെ കൂട്ടിക്കൊണ്ട് വരണം, നീ എന്ത് ചെയ്യണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കുക, നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. നാം ഉടമ്പടിയിൽ, അതായത് അമ്മയോടൊത്തൊരു ജീവിതം നയിക്കുമ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെയാണ് ഈ മകൾക്ക് അമ്മയുടെ ആ ഒരു സാന്നിധ്യം അമ്മ കൊടുക്കുന്നത്. അതായത് തന്നിൽ ആശ്രയിക്കുന്ന മക്കൾ, ആ മക്കളുടെ അടുത്ത് ഏത് നിമിഷവും ഓടിയെത്തുന്ന ഒരമ്മയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമ്മുടെ പെറ്റ അമ്മയെ പോലെ നാം ആ അമ്മയേക്കാൾ സ്നേഹിക്കുന്നവനാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് തിരുവചനം നമ്മോട് പറയുക. അപ്പോൾ അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ, ആ തമ്പുരാൻ്റെ സ്വർഗീയ അമ്മ, ആ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രം ശക്തമായിരുന്നു ഈ മകളുടെ ജീവിതത്തിലെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആ മകൾ ഇവിടെ വരുന്നു. തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ എല്ലാ അവസ്ഥകളും ഈ മകൾക്ക് മാറുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുന്നതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നത്, ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞു. അപ്പോൾ അമ്മ പ്രവർത്തിക്കുമ്പോൾ, അമ്മ പറയുമ്പോൾ അവിടെ ഈശോയ്ക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അമ്മ പറയുന്ന ഓരോ വാക്കും ഈശോ ആദരിക്കും. അതുതന്നെയാണ് നമുക്ക് സുവിശേഷങ്ങളിലുടനീളം, പ്രത്യേകിച്ച് കാനായിലെ കല്യാണ വിരുന്നിൽ കാണുവാൻ കഴിയുക. അങ്ങനെ ഈ മകൾക്ക് പരിപൂർണമായ രോഗസൗഖ്യം കിട്ടി. വീണ്ടും ഈ മകൾ ഇവിടെ വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് സാക്ഷിയായിക്കൊണ്ട് അമ്മ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ കടബാധ്യതകളിൽ നിന്നും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പലതരത്തിലുള്ള രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടി. ഇന്ന് ഇവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷിയായി നിൽക്കുന്ന ഈ മകളോടൊപ്പം നമ്മെയും ഇതുപോലെ സാക്ഷികളാക്കി അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും സാധിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരട്ടെ. അതിന് നാമും കൊടുക്കേണ്ടതുണ്ട്. നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം ഒരു സാധാ മട്ടിൽ ഉടമ്പടി എടുത്താൽ പോരാ. നാം അതിനു വേണ്ടി കുറച്ചുകൂടെ എഫേർട്ട് എടുക്കണം, പ്രയത്നിക്കണം. അത് എത്രമാത്രമാണെന്ന് നാം ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചിന്തിച്ചൊരു തീരുമാനമെടുത്ത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.